മോർണിംഗ്. ഇന്ന് മെയ് 21 ആണ്. ഇന്നത്തെ കോട്ടാണ്: എപ്പോഴും മത്സരിക്കാതെ വിട്ടുകൊടുക്കാനും ശീലിച്ചാൽ ഐക്യമുണ്ടാകും. മീൻസ് നമ്മൾ ചില സമയത്ത് കാർഡ്സിൽ പറയാറുണ്ട്, ടെമ്പറൻസ് കാർഡൊക്കെ വരുമ്പോൾ ബാലൻസ് ആവുക, ബാലൻസോടെ പോവുക, കോംപ്രമൈസ് ചെയ്യുന്നോടത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ട് വരുന്ന സിറ്റുവേഷനിൽ ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്നല്ല, അല്ലാതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ കണ്ടില്ലാതെ വെക്കാനും അങ്ങനെ പോകുമ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ വണ്ണസ് ഫീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് 21 എനർജി നോക്കാം. മെയ് 21. അപ്പോൾ ഈ മന്തും കൂടി ഈ വീക്കോടെ കഴിയാനായിട്ടുണ്ട്. പുതിയൊരു മാസത്തിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ്. ഇന്നലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഡിവൈൻ ഫെമിനിൻ്റെ 3 സ്റ്റേജ് ആയിട്ടുള്ള എനർജീസ് ഒരു 3 മിനിറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഉള്ളവർ, താല്പര്യമുള്ളവർ കാണാം കേട്ടോ, ആരും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, ടെമ്പറൻസ്. ഞാനിപ്പോൾ ടെമ്പറൻസിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, അപ്പോഴേക്കും ടെമ്പറൻസ് എനർജി ഓടി വന്നു. ടെമ്പറൻസ് ആണ് പറയുന്നത്, ബാലൻസ് ആണ്, സബ് കോൺഷ്യസ് കോൺഷ്യസ് ബാലൻസ്, ഈൻ യാൻ എന്ന് പറയാം. വെളിച്ചം ഉദിച്ചു വരുന്നുണ്ട്. ആർക്കേഞ്ചൽ ആണ് ഇത് നിൽക്കുന്നത് അല്ലേ. ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആയിരിക്കും, ചിലവർക്ക് ഇത് ആർക്കേഞ്ചൽ റഫേൽ ആയിരിക്കാം. നമ്മൾക്ക് ഓരോ ആർക്കേഞ്ചൽ ഏതാണോ ആ ഒരു ആർക്കേഞ്ചലുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ ഏഞ്ചലുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഒരു കാലം വെള്ളത്തിലും ഒരു കാലം പുറത്തും, രണ്ടും നമ്മുടെ എനർജി ബാലൻസിനെ പറയുന്നതാണ് കേട്ടോ. പ്രകൃതിയും മനുഷ്യരും കൂടെ കണക്റ്റഡ് ആണ്. അതാണ് ഈ ട്രയാങ്കിള്. ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഉള്ളിൽ ഹ്യൂമൻസിൽ കണക്റ്റഡ് ആണ്, ആരും സെപ്പറേറ്റഡ് അല്ല. ഇപ്പോൾ ടെമ്പറൻസ് കാർഡാണ്. മേ ബി നിങ്ങൾക്ക് ഹൈലി സോൾമേറ്റ് എനർജിയും കൂടി, സോൾമേറ്റ് വരാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാർഡ് നോക്കാം. യെസ്, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സോൾമേറ്റ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി പുതിയ എൻട്രി ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. വളരെ ഹാർഡ് വർക്ക് ചെയ്ത പേഴ്സൺസ് ആണ്. യിൻ യാൻ കാണിക്കുന്നുണ്ട്. യിൻ യാൻ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫെമിനിൻ ആൻഡ് മാസ്കുലിൻസ്, ഭയങ്കര സൂപ്പർ കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ടാരോ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലർ ഒക്കെ ആയിട്ടുള്ള ആളുകൾ നിങ്ങളതിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. സ്പിരിച്വൽ ഹീലിംഗ് പഠിക്കുന്നുണ്ടായിരിക്കാം, പോകാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്താണോ കാര്യങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കാർഡ് ടവർ കാർഡാണ് കാണിക്കുന്നത്. അപ്പോൾ ടവർ മൂമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ലൈഫിൽ റിമൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണ് സ്ട്രോങ് അല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് റിലീസ് ചെയ്ത് പോകുന്ന എനർജിയാണ് കാണുന്നത്. ടവർ മൂമെൻറ്റ്സ് ആണ്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ ആയിരിക്കാം, ഒരു ചേഞ്ചിനെ അല്ലെങ്കിൽ ഒരു മാറ്റത്തെ പറയുന്നത്, പെട്ടെന്നായിരിക്കും മാറ്റം വരുന്നുണ്ടായിരിക്കും. അതിപ്പോൾ തീനൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഫയർ എനർജി കേട്ടോ. ഓക്കെ, ദെൻ ലാസ്റ്റ് കാർഡ് നോക്കാം. യെസ്, 5 ഓഫ് സോർഡ്സ് ആണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കാർമിക് റിലീസോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ സുപ്പീരിയേഴ്സൊക്കെ നമ്മളിങ്ങനെ താഴ്ത്തി സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട. എല്ലാവരോടും ഈക്വൽ വാല്യൂ കൊടുത്ത്